അപ്പോൾ നമ്മൾ ഷെയ്ഡിങ് ആണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോട്ടോ ഇതുപോലെ നല്ല വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ചെയ്ത് തുടങ്ങുക. ഇപ്പം ഞാൻ ഈ നെറ്റിയുടെ ഈ ഭാഗത്തു നിന്നാണ് ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പം നിങ്ങൾ ആ ഫോട്ടോ നോക്കുമ്പോൾ മനസ്സിലാവും അവിടെ നല്ല അത്യാവശ്യം ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക, ഡാർക്ക് ഷെയ്ഡായിട്ട് തന്നെ ചെയ്യുക. ഡാർക്ക് ഷെയ്ഡാണെന്ന് കരുതി ആദ്യം തന്നെ നിങ്ങൾ ഒരുപാട് പെൻസിൽ അമർത്തി പിടിച്ച് ചെയ്യരുത്. ആദ്യം ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക, അതിന് മുകളിൽ കൂടെ ഒന്നുകൂടെ ഒരു ലെയർ പോലെ ഒന്നുകൂടെ ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഡാർക്ക് ഷെയ്ഡ് ആയിക്കോളും. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ ചിലർ ചോദിച്ചായിരുന്നു എത്ര തവണ ഷെയ്ഡ് ചെയ്യണമെന്ന് ഫേസിൽ. അപ്പം അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഫോട്ടോ നോക്കിയിട്ട് അവിടെ എങ്ങനെയാണോ എത്ര ലൈറ്റ് ഷെയ്ഡാണോ ഡാർക്ക് ഷെയ്ഡാണോ നോക്കി മനസ്സിലാക്കിയ ശേഷം അതനുസരിച്ച് ചെയ്താൽ മതി. എത്ര തവണ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് എന്തരെയാണോ അവിടെ വേണ്ടത് ഷെയ്ഡ് വേണ്ടതെന്ന് നോക്കി നമ്മൾ തന്നെ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ആ ഗ്രിഡ് ലൈൻസൊക്കെ മായ്ച്ചിട്ട് ആ ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളൊന്നുകൂടെ ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യുക. ഷെയ്ഡിങ് ഒരുപാട് ചെയ്യാതെ തന്നെ ജസ്റ്റ് പെൻസിലൊന്ന് ഒരു ലെയർ പോലെ ചെയ്തിട്ട് അതിന് മുകളിൽ കൂടെ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഷെയ്ഡിങ് ആയിട്ട് അവിടെ വന്നോളും. പിന്നെ നമ്മൾ ഈ കണ്ണിൻ്റെയൊക്കെ ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ ചെയ്യുമ്പം നമ്മളുടെ ശ്രദ്ധയോടെ അതിൻ്റെ ഓരോ പോർഷൻസ് നോക്കി ചെയ്യുക. ഈ കണ്ണിൻ്റെ ചുറ്റുമൊക്കെ ചെറിയ ഡാർക്ക് ഷെയ്ഡ് കൂടുതൽ വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ ഫോട്ടോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആ ഭാഗങ്ങൾ നോക്കി നല്ല ക്ലിയർ ആയിട്ട് കണ്ണിൻ്റെ അകത്തേക്ക് ആ ഷെയ്ഡ് പോകാതെ കറക്റ്റായിട്ട് പുറമേ തന്നെ വരുന്ന രീതിയിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കുറച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആ കണ്ണിൻ്റെ ആ ഭാഗത്ത് നല്ല ഒരു ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് കൂടുതൽ വരുന്നുണ്ട്, ആ മൂക്കിൻ്റെ ആ മുകൾ ഭാഗത്തായിട്ട്. അപ്പോൾ അത് നല്ല അത്യാവശ്യം ഡാർക്ക് ഷെയ്ഡ് വരുന്ന രീതിയിൽ തന്നെ ചെയ്യുക. പിന്നെ നമ്മൾ അപ്പുറത്തെ ചെയ്തത് തന്നെ കണ്ണിൻ്റെ ചുറ്റുഭാഗങ്ങളും ഉള്ള ഭാഗങ്ങളും ഷെയ്ഡ് ചെയ്യുക. ഇതിനകത്ത് വൈറ്റ് പോർഷൻസ് വരുന്നുണ്ട്, അതായത് വൈറ്റ് ഏരിയാസ് വരുന്നത് ഷെയ്ഡ് ചെയ്യാതെ തന്നെ അങ്ങനെ ഇട്ടാൽ അതിനും കുഴപ്പമൊന്നുമില്ല. എന്നുവെച്ചാൽ അവിടെ വൈറ്റ് ഇതാണല്ലോ വരുന്നത്. ചെറിയ കവിളിലൊക്കെ ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ നോക്കി മനസ്സിലാക്കി ഏത് ഭാഗങ്ങളാണെന്ന് മനസ്സിലാക്കി ചെയ്യുക. എന്നിട്ട് ഷെയ്ഡ് ചെയ്യേണ്ട എവിടെയൊക്കെയാണെന്ന് നോക്കിയിട്ട് അതും മനസ്സിലാക്കി ഷെയ്ഡ് ചെയ്യേണ്ട ഭാഗം മാത്രം ചെയ്യുക. ബാക്കി നിങ്ങൾ ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ നിന്ന് ഇതായിക്കോളും, സ്കിൻ ടോൺ അവിടെ വന്നോളും. അപ്പോൾ ഒരുപാട് ഷെയ്ഡ് ചെയ്ത് ഫേസ് വൃത്തികേടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള ഭാഗങ്ങൾ എവിടെയൊക്കെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് നോക്കിയിട്ട് അതിനുശേഷം അവിടെ മാത്രം ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ഭാഗത്ത് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്, ആ ഫോട്ടോ നോക്കുമ്പോൾ മനസ്സിലാകും അവിടെ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗമാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എന്തിനാണ് ഡാർക്ക് ഷെയ്ഡാണ് വരുന്നതെന്ന് നോക്കി ആദ്യം ഫസ്റ്റ് ലെയർ പോലെ നമ്മൾ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് ആ ഷെയ്ഡ് അവിടെ മതിയായെന്ന് തോന്നുമെങ്കിൽ അത് നിർത്തുക, ഇല്ലെങ്കിൽ കുറച്ചൊരു ഷെയ്ഡ് അവിടെ ചെയ്യണം നോക്കി ഫോട്ടോ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ ഒരു ലെയർ പോലെ നമ്മൾ ചെയ്താൽ മതി. പിന്നെ ചെയ്ത് വരുന്നതിന് ഗ്രിഡ് ലൈൻസ് മായ്ച്ച് വരിക. നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് പറയാൻ തന്നെ അറിയാമല്ലോ. പിന്നെ ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങേ സൈഡിലോട്ട് വരുമ്പോഴാണെങ്കിലും അവിടെ മൂക്കിൻ്റെ ഇങ്ങേ സൈഡ് നമുക്ക് ഇട സൈഡ് നോക്കുമ്പോൾ നല്ലൊരു നിഴൽ പോലെ വരുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ ഭാഗം നല്ലൊരു ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ ലിപ്പും അതിൻ്റെ താഴേക്കുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പം അവിടെ നോക്കിയിട്ട് ഫോട്ടോയിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതേപടി തന്നെ ഇങ്ങോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ആ ലിപ്പിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ചെയ്യാനുള്ളൂ. ഇപ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മൊത്തത്തിലൊരു രൂപം തന്നെ മാറും. അതായത് നമ്മൾ ആ ഒരു ഇതിലേക്ക് വിജയുടെ ഫേസിലേക്ക് വരുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ് പിന്നെ വരയ്ക്കാനുള്ളൊരു. നമ്മൾ ആ ഒരു ഭാഗങ്ങളെ കംപ്ലീറ്റ് ആക്കി നമുക്ക് ചെയ്യാനുള്ളത് കണ്ണിൻ്റെ പുരിയങ്ങളൊക്കെ വരയ്ക്കുകയാണ്. അപ്പോൾ കണ്ണിന് പുരിയം വരയ്ക്കുമ്പോൾ പെയിൻറ്റ്സ് നല്ലോണം ഷാർപ്പൻ ചെയ്തിട്ട് നമ്മൾ മുടി വരച്ചത് എങ്ങനെയാണ് അതേ മെത്തേഡ് തന്നെ ഉപയോഗിച്ച് ഓരോ ലൈൻസായിട്ട് വരയ്ക്കുക. ചുമ്മാ കുത്തി വരയ്ക്കുന്ന പോലെ വരയ്ക്കാതെ
അത് അതിൻ്റെ നമ്മൾ ഔട്ട്ലൈൻ ഇട്ട് വെച്ചേക്കുന്നതിൻ്റെ പുറത്തേക്ക് പോകാതെ കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ വരുന്ന രീതിയിൽ തന്നെ ചെയ്യുക. അതും അത്യാവശ്യം ഡാർക്കായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അവിടെ നമുക്ക് ആ ഫോട്ടോ നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അതേപോലെ തന്നെ ഇങ്ങ് സൈഡും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ണിൻ്റെ ഭാഗം വരയ്ക്കും. പിന്നെ കണ്ണ് വരയ്ക്കുമ്പോൾ നമ്മൾ കണ്ണിൻ്റെ കൃഷ്ണമണി വരയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ ഡോട്ട്സ് വരുന്നുണ്ട്. ആ ഫോട്ടോ നോക്കുക. ഫോട്ടോ സൂം ചെയ്ത് നോക്കിയിട്ട് ആ ഡോട്ട്സ് എവിടെയൊക്കെയാണ് വരുന്നത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇട്ട് വെക്കുക. ആ ഡോട്ടിന് ചുറ്റും ഔട്ട്ലൈൻ ഇട്ട് വെച്ചിട്ട് അതിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്യുക. അതും വളരെ സമയമെടുത്ത് കറക്റ്റായിട്ട് ചെയ്യാൻ, കണ്ണ് പുറത്തേക്ക് പോകാതെ കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കുക. ആദ്യം ലൈറ്റായിട്ട് ഷെയ്ഡ് കൊടുക്കുക കേട്ടോ, എന്നിട്ട് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. ഒരുപാട് പെൻസിൽ അമർത്തി പിടിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് ചെയ്താൽ മതി. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അവിടെ ചെറിയൊരു ഡോട്ട് വരുന്നുണ്ട്, ഇപ്പോൾ കാണാമല്ലോ, നല്ല എടുത്ത് നിൽക്കുന്നില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഈ സൈഡിലേക്ക് നമ്മൾ ചെയ്യുന്നു. അവിടെ ഒരു 2 ഡോട്ട് വരുന്ന ഭാഗങ്ങളുണ്ട് കണ്ണിൻ്റെ. അത് നോക്കിയിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ പടത്തിനൊരു ജീവൻ വെച്ചെന്നാണ് പറയാം. വിജയ്ക്കൊരു ഫേസ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതോടെ ചെയ്യുമ്പോഴത്തേക്കും കണ്ണ് വരയ്ക്കുമ്പോഴാണ് നമ്മൾ ഡ്രോയിങ്ങിന് ജീവൻ വെക്കുക. അപ്പം കണ്ണ് വരച്ച് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയി തന്നെ ആളിൻ്റെ ഒരു രൂപം അവിടെ കിട്ടുമല്ലോ. ഇപ്പോൾ ചില ആദ്യം തന്നെ കണ്ണ് വരയ്ക്കും, ചില അവസാനം വരയ്ക്കത്തുള്ളൂ. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വരയ്ക്കാൻ നിയമമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഫേസ് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കഴുത്തിൻ്റെ കുറച്ച് ഭാഗത്ത് ഷെയ്ഡ് ചെയ്യാൻ വരുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് ഡാർക്ക് ഷെയ്ഡ് വരുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഭാഗങ്ങൾ ഞാൻ ചെയ്യുന്നു. ഇപ്പോൾ കഴുത്തിൻ്റെ ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഒത്തിരി ഭാഗങ്ങളൊന്നും ചെയ്യാനില്ലല്ലോ നമുക്ക്. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സേ ഉള്ളൂ. കോട്ടൻ്റെ ഒരു കോട്ട് ഫുള്ള് ഡാർക്കാണ്. അപ്പം അത് പെൻസിൽ നല്ല അമർത്തി പിടിച്ച് തന്നെ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ അതും കംപ്ലീറ്റ് ആയി. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ട്. കഴുത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ചെയ്തു. ഇനി നമുക്ക് ആ കോട്ടിൻ്റെ ഭാഗം കൂടെ ചെയ്യാനുള്ള ഞാൻ പറയില്ലേ, അതോടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അത് ചെയ്ത് കാണിക്കണമെന്ന് ആവശ്യമില്ല, ജസ്റ്റ് ഡാർക്ക് ഷെയ്ഡ് കൊടുത്താൽ മതി. വീഡിയോ ലിങ്ക് ഉണ്ടാകുമെന്ന് ഞാൻ അത് കാണിക്കുന്നില്ല. അപ്പോൾ വിജയുടെ ഡ്രോയിങ് ഞാൻ 3 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 3 പാർട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊക്കെ വരച്ച് നോക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും വരയ്ക്കാൻ പഠിക്കുന്ന താല്പര്യമുള്ള അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.